കോർപ്പറേഷൻ നടത്തിയ വികസനത്തെക്കുറിച്ച് സംവാദത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ PM നിയാസ് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. UDF ഉന്നത വിജയം നേടുമെന്നും PM നിയാസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്നത് UDFന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് PM നിയാസ് ആണ്. അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനിൽ LDF എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം UDF ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനോടുള്ള പ്രതികരണം ഡെപ്യൂട്ടി മേയറുടേത് ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായും ഏത് പരസ്യ സംവാദത്തിനും UDF ഒരുക്കമാണ്. ഈ ഒന്നും ചെയ്യാതെ എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ മറ്റുള്ളവർ പലതും ചെയ്തത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമീപനമാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇടത്തോടു കൂടി ഇവിടെ എന്ത് നടപ്പിലാക്കി 50 വർഷക്കാലം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ആലോചിക്കണം. കോഴിക്കോട് നഗരസഭ ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണ് കൊച്ചി നഗരസഭ. അവിടെ ഉണ്ടായ നേട്ടങ്ങൾ ഇവിടെ എണ്ണി പറയാൻ പറ്റുന്ന എന്ത് നേട്ടമാണ് ഇവിടെ ഉള്ളത്? കോഴിക്കോട് നഗരസഭ വിറ്റ് കാശാക്കുക എന്നല്ലാതെ ഇവിടെ വികസന രംഗത്ത് വട്ടപൂജമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഞങ്ങളല്ല കോഴിക്കോട് നഗരവാസികൾ വിശ്വസിക്കുന്നു. അതിനെതിരായുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ചിലപ്പോൾ കൺവെൻഷന് തുടക്കമായി, ഇനിയിപ്പോൾ പ്രചരണം കുറച്ചുകൂടി ചൂടിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഇക്കാര്യത്തിൽ ടീം UDF നിങ്ങൾക്കൊരു സംശയവും വേണ്ട. എല്ലാ കണക്കുകൂട്ടലുകളും തിരിച്ച് ജനങ്ങളുടെ കണക്കുകൂട്ടൽ അത് ശരിയാവുകയാണ്. ജനങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇത് LDFന്റെ അവസാനത്തെ അവരുടെ വാട്ടർ ലൂ ആണ്. PM വിനുവിൻ്റെ പത്രിക തള്ളിയതോട് കൂടിയിട്ട് താങ്കൾക്കാണ് ഇപ്പോൾ UDF തെരഞ്ഞെടുപ്പിലെ ചുമതല നൽകുന്നത്. ടീം ക്യാപ്റ്റനായി താങ്കളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ചുമതല എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ ഗൗരവതരമായി വളരെയേറെ അഭിമാനത്തോടു കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ഈ ടീം UDFനെ അതിശക്തമായി വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് കോഴിക്കോട് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. UDF വിജയിക്കുകയാണെങ്കിൽ ടീം ക്യാപ്റ്റൻ തന്നെ ആയിരിക്കണമല്ലോ മേയർ. ഞങ്ങളെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുവാനാണ്. ആ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യം. പാർട്ടിയാണ് കാലാകാലങ്ങളിലായി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളുമില്ല. UDFനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്തായാലും നേരത്തെ ഡെപ്യൂട്ടി മേയറുടെ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുകയാണ് UDFന്റെ ടീം ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് PM നിയാസ്. വലിയ ഒരു ആത്മവിശ്വാസമാണ് UDFന് കോർപ്പറേഷൻ ഭരണത്തിൽ എത്താനാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്.